മനു ഒന്ന് കൈ പൊക്കി. ആയി 2 കൈ പൊന്തില്ലോ, മിടുക്കനായല്ലോ. ശരിക്ക് മോനെ ഇവർക്ക് മോനെ എത്ര നാള് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്? എവിടേക്കും ചെയ്തിട്ടുണ്ട്? നമ്മ ഇന്നലെ ഇപ്പൊ ഒരു 15 മിനിറ്റ് അല്ലേ ചെയ്തിട്ടുള്ളത്? 15 മിനിറ്റ് കൊണ്ട് ഇപ്പൊ കൈ പൊക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പോ പയ്യെ നടക്കണം അല്ലേ? നടക്കാനും കുറച്ച് സമയം പിടിക്കും. കാലേക്ക് നിറവയ്ക്കും കറക്റ്റ് ആവണം. ചില കുട്ടികൾക്ക് ഭാഗ്യന് വേഗമാവും, കാരണം നടക്കാത്ത കുട്ടികളാണല്ലോ. അവരാദ്യം നമ്മൾ നിർത്തി പഠിപ്പിച്ച് കാലേക്ക് നേരെ സ്ട്രെയിറ്റ് ആക്കി എടുത്ത് നിർത്തി പഠിപ്പിക്കണം. എന്നിട്ട് പയ്യെ 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 നടക്കുള്ളൂ കേട്ടോ. പെട്ടെന്ന് ഓടി നടക്കുന്നു പ്രതീക്ഷിക്കരുത്, കാരണം നടക്കാത്ത കുട്ടികളാണ്. ഒരു നടന്ന കുട്ടി വീണിട്ടാണെങ്കിൽ ചിലപ്പോൾ അവനെ നമ്മളെ നെർവ് ശരിയാകുമ്പോൾ ചിലപ്പോൾ ഓടി നടന്നു വരും. പക്ഷെ നടക്കാത്ത കുട്ടികളെ നമ്മളെന്ന് വെച്ചാൽ അവരെ നടുവിന് ബലപ്പെടുത്തി കാലുകളൊക്കെ സ്ട്രെയിറ്റ് ആക്കി നിൽക്കാൻ പാകത്തിനാക്കി എടുത്തിട്ട് അങ്ങനെയാണ് നടക്കുള്ളൂ. പക്ഷെ ഇവൻ്റെ ലക്ഷണം കണ്ടിട്ട് ഇവൻ നടക്കുന്ന കുട്ടിയാണ്. ചില ഇപ്പം എന്ന് വെച്ചാൽ ഇവന് ഇപ്പം സർജറി ചെയ്തിട്ടില്ലല്ലോ. അപ്പം സർജറി ചെയ്യാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് നടക്കാൻ മിക്കവാറും വന്ന കുട്ടികളൊക്കെ നടക്കുന്നുണ്ട്. സർജറി ചെയ്ത കുട്ടികൾക്ക് നമുക്ക് നടത്താൻ ഇത്തിരി ബുദ്ധിമുട്ട് കാണുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നും വേണ്ട അല്ലേ? ഇപ്പൊ അവന് എങ്ങനെയുണ്ട്? സന്തോഷായ അവനെ കൈ പൊന്തിട്ട്? സന്തോഷായ? ചിരിച്ചേ? നടക്കാന്ന് വെച്ചാൽ നമ്മളെ അങ്ങനെ നമ്മള് പെട്ടെന്ന് കുട്ടികളെ പ്രതീക്ഷിക്കരുത്. കാരണം നമ്മളൊരു ഘട്ടം ഇവര് നടക്കാത്ത കുട്ടികൾ അവനെ നടന്നോളും. അവന്റെ ബോഡിയൊക്കെ നല്ല മാറ്റമുള്ളൊരു ബോഡി.